Hey guys, welcome back to our channel. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ട്ടോ. ഇതെന്താണേ രണ്ടാമത്തിനെ ഇപ്പോ കാണാൻ ഒരമ്മ പറ്റ മക്കളെ പോലുണ്ടല്ലോ. ആടേ പണ്ടമ്മ പറഞ്ഞു കേട്ടില്ലേ നമ്മളെ ചെറുപ്പത്തിൽ കാണാൻ ഒരുപോലെ ആയിരുന്നെന്ന്. എല്ലാരും ട്വിൻസ് ആണെന്ന് വരെ ചോദിച്ചിട്ടുണ്ടെന്ന്. അത് ഇപ്പോഴല്ലേ സത്യം മനസ്സിലാവുന്നേ. അല്ല ഇത്ര നേരമായിട്ടും എവിടെയായിരുന്നു? അതെ ഒരാളെ പെണ്ണ് കാണാൻ പോയിരുന്നു. അതാ അത് പിന്നെ ആ ഋഷി വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ പിന്നെ ആദ്യമായിട്ട് വരുമല്ലേ, അപ്പൊ പിന്നെ വെറുതെ പറഞ്ഞേക്കാൻ പറ്റുമോ? അതാ ജ്യൂസ് ഒക്കെ കൊടുത്ത് പെണ്ണൊക്കെ കണ്ട് ഉറപ്പിച്ചിട്ടുണ്ടാവും അല്ലേ? എടി പോടി. അല്ല ചേച്ചിയും മണിക്കുട്ടൻ ചേട്ടനും ജൂലിയും ഗോതമ്പ്രോയൊക്കെ എവിടെ? ചേട്ടനും ചേച്ചിയും ജൂലിയൊക്കെ ബാക്കിലുണ്ടടി. ഗോതമ്പ് വന്നില്ലെന്നോ? അല്ലടി ഇങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞതല്ലേ? ആടി പറഞ്ഞതാ, പക്ഷെ ഇതുവരെയായിട്ടും വന്നിട്ടില്ലെന്നേ. ഓ ചിലപ്പോ ട്രാഫിക്കിലായിരിക്കും, കുറച്ച് കഴിഞ്ഞാൽ വന്നോളുന്നേ. അല്ലെങ്കിലും അവൻ അങ്ങനെ തന്നെയാ, ആവശ്യമുള്ള നേരത്തൊന്നും കറക്റ്റ് സമയത്ത് എത്തത്തില്ലെന്നേ. എനിക്കെന്തോ ഇങ്ങോട്ട് വരത്തില്ലെന്നാ തോന്നുന്നേ. നേരിട്ട് കോളേജിലേക്ക് വരാൻ മതിയാവും. ഓ അതൊന്നും ഇല്ലടി പെണ്ണേ, അതൊക്കെ ഗോതമ്പ് ബ്രോ കറക്റ്റ് ടൈമിങ്ങിന് എത്തിക്കൊള്ളുന്നേ. എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യം ചെയ്യ്, നീയേ ദേ അവിടെ നോക്കി, അവിടെ ആമ്പൽക്കുളം പോലെ തോന്നില്ലേ? അവിടെ ഒരു മാടം കണ്ടോ? അവിടെ പോയി നിന്ന് നോക്ക്. അതാകുമ്പം വണ്ടി വരുന്നുണ്ടെങ്കിലേ കറക്റ്റ് കാണാൻ പറ്റുന്നേ. ഓ അതൊന്നും വേണ്ട, വരണമെന്നുണ്ടെങ്കിൽ വരട്ടെ, എനിക്കൊന്നും വയ്യ. അയ്യോ അങ്ങനെ പറഞ്ഞോടാ, നീ എന്തായാലും അങ്ങോട്ടേക്ക് പോണെന്നേ. അതെന്തിനെ? അതെന്നേടി, എന്തിനാ അവിടെ പോയി ഒറ്റയ്ക്ക് നിൽക്കുന്നേ? ഗോതമ്പ് ബ്രോ വന്നോളന്നേ, അവള് എവിടെ തന്നെ നിൽക്കട്ടെ. കുഞ്ഞിമോളെ ഇതൊയിനല്ലോ. വന്ന് അവളൊന്ന് തുമ്മിയാ പോലും നിന്നെ പ്രപ്പോസ് ചെയ്യണ പോലെയാണല്ലോ നിനക്ക് തോന്നുന്നേ. ഇവിടെ ഇപ്പൊ ശരിക്കും എന്തൊക്കെയാ നടന്നേ? ഞാൻ അവളെ വീട്ടിൽ പോന്ന്, അവൾ അമ്മനോട് കേറിയിരിക്കാൻ പറയുന്നേ. ഞാനിരിക്കുമ്പോ ദാണ്ട് അവള് ജ്യൂസ് ആയിട്ട് അങ്ങ് കല്യാണ പെണ്ണിനെ പോലെ വരുന്നേ. ഫ്ലാറ്റായി. ഞാൻ അപ്പൊ തന്നെ ഫ്ലാറ്റായി. അതിനുശേഷം നടന്നതൊക്കെ ചരിത്രം. അവള് എന്തൊക്കെയാ പറഞ്ഞെന്ന് എനിക്ക് എപ്പോഴും മനസ്സിലായില്ല. ഇനിയിപ്പോ എപ്പോഴും പറയുന്ന പോലെ ഫണ്ണിന് പറഞ്ഞതായിരിക്കോ? അങ്ങനെ ആവാനാണ് സാധ്യത. അല്ലേലും അവളെ മനസ്സിൽ ഇപ്പോഴും അലക്സ് അല്ലേ. അപ്പൊ പിന്നെ എന്നോടങ്ങനെ അങ്ങനൊക്കെ പറയാ. അതുകൊണ്ട് ഇതൊക്കെ എന്റെ തോന്നലായിരിക്കും. അവള് ഫണ്ണായിട്ട് പറയണത് പോലും ഞാനത് ആഴത്തിലേക്ക് എടുക്കുന്നോണ്ടാ. ഋഷി എങ്ങനെ പോയാ നിനക്കെ ഭ്രാന്ത് പിടിക്കും. അവളിനിപ്പോ ഒന്ന് തുമ്മിയാ പോലും അത് നിന്നെ പ്രപ്പോസ് ചെയ്യണ പോലെ നിനക്ക് തോന്നത്തുള്ളൂ. ഇങ്ങനെ തന്നെയാ മുൻപോട്ട് പോണെങ്കിലേ വൈകാണ്ട് മെന്റൽ ഹോസ്പിറ്റലിലേക്ക് നിനക്കൊരു സീറ്റ് ബുക്ക് ചെയ്യേണ്ടി വരും. ഓഹോ ഇവിടെ ഉണ്ടായിരുന്നോ? നിക്കട്ടോ ഇപ്പൊ വരെ. എന്നാവോ വിധിയോ. വീണ്ടും ബേബിയാ. ഋഷി ബി അലേർട്ട്. ബേബി
ബേബ് അല്ല എങ്ങനെ ഉണ്ടായിരുന്നേ? കൊള്ളായിരുന്നു. അല്ല വീട്ടിൽ തന്നെ ഉണ്ടായതാണോ അതോ കടയിൽ നിന്ന് മേടിച്ചതോ? മാമ്പഴേ ജ്യൂസിനെ പറ്റിയല്ലേ ചോദിക്കാൻ വന്നേ? ജ്യൂസിനെ പറ്റി? വാഴന്റെ മുകളിൽ ചാഞ്ഞു നിൽക്കുന്ന മരം വാഴേ? വാഴന്റെ മുകളിൽ ചാഞ്ഞു നിൽക്കലേ വാഴ ചായെന്ന് പറയാൻ വന്നതാ. ഓ അത് ശരി. ഞാൻ കരുതിയത് വരെ തന്നെ ധാരാളം. ഇനി കരുതണ്ട കേട്ടാ. ഓ ഈ പൊട്ടൻ ഞാനിനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും? ഞാൻ അവനെ പ്രപ്പോസ് ചെയ്തതാണ്. അല്ല ഈ കാര്യത്തില് ഇവനെത്ര നിഷ്കുവായിരുന്നോ? ഇനിയിപ്പോ ഞാൻ എങ്ങനെയൊന്നും പറയണ്ടേ? ഓപ്പൺ ആയിട്ട് പറഞ്ഞിട്ട് പോലും ഈ പൊട്ടന് തിരിഞ്ഞില്ലേ? ഇനിയിപ്പോ മനസ്സിലായിട്ടും എന്നിട്ട് കറക്കുവാണോ? അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ മോനെ നിന്റെ കഥ കഴിഞ്ഞടാ. ഇല്ല അവനൊരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല. അത്രയ്ക്കും ബുദ്ധിയൊന്നും ഇവനില്ല. പക്ഷേ എന്തുകൊണ്ടായിരിക്കാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും അവന് മനസ്സിലാവാണ്ടിരിക്കുക? ഓ ഞങ്ങൾക്കിടയില് അലക്സ് എന്ന വലിയൊരു കരടുണ്ട്. അവനെ ആ കരടിനെ പറ്റി ചിന്തിക്കുന്നോണ്ടായിരിക്കും. അതെ അവന്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ അലക്സിനെ സ്നേഹിക്കണെന്ന് വിചാരിക്കുന്നോണ്ടാ ഈ ഒരു ഡൗട്ട് വരുന്നേ. ഏതെന്താ ഇവളൊന്നും മിണ്ടാതെ സ്റ്റക്കായിട്ട് നിൽക്കുന്നേ? ഇനിയിപ്പോ അടുത്തെന്ത് പ്ലാനിങ് ആണാവോ? ഈ ഫീലിംഗ്സും കൊള്ളാം. എത്ര കാലം അവൻ എന്റെ വൈത്താല് നടന്ന്, ഇനിയിപ്പോ കുറച്ചു കാലം ഞാൻ അവന്റെ വൈത്താല് നടക്കാം. അതാവുമ്പം ആ വൺ സൈഡ് ലവിന്റെ ഫീല് അതെങ്ങനെയാന്ന് ഒന്നറിയാലോ. ചിരിക്കുന്ന ഇവക്ക് കാര്യമായിട്ട് എന്തോ പറ്റി. ഋഷി നൈസായിട്ട് എസ്കേപ്പ് ആയിക്കോ. നമുക്ക് അങ്ങോട്ട് പോയാലോ? അവിടെ എല്ലാരും ഫോട്ടോ എടുക്കുമല്ലേ? അതാ. അതിനെന്താ ബേബി, വാ പോവാ. കഴിച്ചിലായി. അടിപൊളി സ്പോട്ട്. എന്ത് രസാ ഇവിടെ ഇങ്ങനെ നിക്കാനേ. ഇപ്പോ ഗൗതമം കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്നാ രസമായിരിക്കും. അല്ലേലും ഈ ഗൗതം ഇങ്ങനെ തന്നെയാ. ആവശ്യമുള്ള നേരത്തെ ഒന്നും കാണത്തില്ല. എന്തൊരു കഷ്ടമായത്. ഗൗതം എനിക്ക് അപ്പഴേ തോന്നി നീ തന്നെ ആയിരിക്കുന്നെ. നേരം വൈകി വന്നേനെ സോപ്പിടാൻ നോക്കാല്ലേ? എന്നാലേ നിന്റെ സോപ്പിലൊന്നും ഞാൻ വീഴത്തില്ല പറഞ്ഞേക്കാം. ഗൗതം ഹാപ്പി ഓണം കാന്താരി. I love you കാന്താരി. Love you too ഗൗതം. എങ്ങനെ ഉണ്ടായിരുന്നു ചേട്ടാന്റെ സർപ്രൈസ്? കൊള്ളായിരുന്നു. പക്ഷെ ഒരിച്ചിരി ക്രിഞ്ചായി പോയോന്ന്. ക്രിഞ്ചല്ല മഞ്ചല്ല കാണുന്നവർക്ക് അങ്ങനെ തോന്നാം. പക്ഷേ എനിക്കെല്ലാം അറിയോ എത്ര കാത്തു കിട്ടിയ മുത്താന്ന്. ഞാൻ ചുമ്മാ പറഞ്ഞതല്ല, അങ്ങനെ എളുപ്പം കിട്ടിയതൊന്നുമല്ലല്ലോ ഈ മുതലിനെ. എത്ര കാത്തു കിട്ടിയതാന്നറിയോ? അതുകൊണ്ട് തന്നെ നീ എപ്പോഴും എനിക്ക് സ്പെഷ്യലാ. യു ആർ മൈ സ്പെഷ്യൽ വൺ. നിനക്ക് ഓർമ്മയുണ്ടോ? ഇതേപോലെ പണ്ടൊരു ഓണത്തിലാ ഞാൻ നിന്നെ മീറ്റ് ചെയ്തേ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. അന്നെ ഞാൻ എന്റെ മനസ്സിൽ ഉറപ്പിച്ചതാ, ഞാൻ പോകുന്നെങ്കിൽ നിന്നെയും കൊണ്ടേ പോകുന്നു. പിന്നെ ഇത് കാര്യമായിട്ടെന്ന് അന്ന് ഞാൻ ഉറപ്പിച്ചതാ. ഈ ഗോതമ്പിന്റെ ലൈഫിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് ഈ കാന്താരി ആയിരിക്കുന്നു. വിശ്വസിക്കുന്നേ. പിന്നെ ഒരു ഗിഫ്റ്റും കൂടെ. കണ്ണ നടച്ചേ. ഓണല്ലേടോ, അപ്പൊ പിന്നെ ഗിഫ്റ്റ് തരാണ്ടിരുന്നാൽ എങ്ങനെ? കണ്ണടക്കേ. ഓ ഇന്നപ്പോ സർപ്രൈസിന്റെ പെരുമഴയാണല്ലോ. കണ്ണടക്കേ. എന്താ ഗൗതം ഇത്? കണ്ണുറന്ന് നോക്ക്. തുറന്ന് നോക്കുന്നേ, എന്നാലല്ലേ അറിയോ. വരുന്ന വഴിക്ക് ആരോ അയല ഉണക്കേട്ടതാ, കണ്ടപ്പോ ഇഷ്ടായി. അതാ എടുത്ത് ബോക്സിൽ മടക്കി കൊണ്ടുവന്നേ. പിന്നെ നിന്റെ ചോദ്യത്തിന് ഞാൻ എങ്ങനെ മറുപടി തരണ്ടേ?
ഉറുപ്പിയാ? പിന്നെ ഞാൻ എന്താ പറയാ? ഒരു ഗിഫ്റ്റ് തന്ന ഇഷ്ടായെങ്കിൽ ഇഷ്ടായെന്ന് പറയണം, അല്ലാന്നുണ്ടെങ്കിൽ ഇഷ്ടായിട്ടില്ലെന്ന് പറയണം. അതെന്തോന്ന് അന്വേഷിച്ചോണ്ടിരിക്കുന്നേ? എന്തേ ഇഷ്ടപ്പെട്ടില്ലേ? അതൊക്കെ ഇഷ്ടപ്പെട്ട്, പക്ഷേ അല്ലടി ഫെവിക്വിക്ക്. ദേ ഇത് ഇന്നലെ ഞാനും ചിന്നും കൂടെ പോയിട്ട് എടുത്തതാ. അവക്ക് ഒരേ വാശി. ഞാൻ പറഞ്ഞതാ ഡ്രസ്സൊക്കെ ഗിഫ്റ്റ് ചെയ്താ വീട്ടില് സീനാവുന്ന്. പക്ഷേ അവക്ക് ഒരേ നിർബന്ധം. അതാ അവളെ സെലക്ഷൻ നോക്കി ഞാനൊന്ന് എടുത്തേ. എങ്ങനെയുണ്ട്? ഇഷ്ടായോ? ഒരുപാട്. പക്ഷേ അതൊന്നും ഒരു കുഴപ്പമില്ല. ഒക്കെ പൈങ്കിളിനോട് പറഞ്ഞ് സെറ്റ് ആക്കിയിട്ടുണ്ട്. നീ ചെല്ലേ, ചെന്നിട്ട് ഈ ഡ്രസ് ഇട്ടുണ്ടോ? പിന്നെ ഓണത്തിന് മേടിച്ചത് ഓണത്തിനല്ലേ ഇടേണ്ടത്? ചിന്നുവിന് ഒന്ന് കാണാനാന്നേ. പോയിട്ട് ഇട്ടിട്ട് വാ പ്ലീസ്. കാന്താരി എനിക്ക് വേണ്ടി. ഓക്കെ. 5 minutes later. ഹലോ. എടാ എന്താടാ അവിടെ എത്തിയോ? ഓ എത്തിയുടെ ചേച്ചി. അല്ല അവക്ക് ഡ്രസ് ഇഷ്ടായോ? ഓ ഒരുപാട്. ശരിക്കും? അതെടി ചേച്ചി. ഓ എന്നാല് നീ അവളോട് അതിടാൻ പറയ്. ഇട്ടിട്ട് ഒന്ന് വീഡിയോ കോൾ ചെയ്യ്. കാണാനാടാ. ആടി ചെയ്യാം. ദാവൂദം എന്തേ മാറ്റിയില്ലേ? അത് പിന്നെ ഇട്ടാ മതിയോ? കാരണം അച്ഛനും അമ്മയും ഓണത്തിന് വേണ്ടി എടുത്തു തന്നതാണേ. ഇതിട്ടില്ലെങ്കിൽ അവർക്ക് വിഷമാവത്തില്ലയോ? അതുകൊണ്ടാ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷൻ വരുമ്പോ ഞാൻ ഇട്ടോളാം പ്ലീസ്. ഒരു മിനിറ്റ്. ആടി ചേച്ചി ലൈൻ തരുന്നുണ്ട്. എടാ എന്നാ നീ അവളോട് ഇടാൻ പറഞ്ഞിട്ടെ. ഇട്ട് കഴിഞ്ഞിട്ട് വീഡിയോ കോൾ ചെയ്യട്ടോ. എടി ചേച്ചി അത് പിന്നെ പോരെ. എനിക്ക് ഇപ്പൊ അവള് ഇട്ടിരിക്കുന്ന ഡ്രസ് തന്നെ നല്ല ഇഷ്ടായെന്നേ. അതുകൊണ്ടാ നമുക്ക് പിന്നെ ഒരു ദിവസത്തേക്ക് ആക്കിയാലോ? എടി ചേച്ചി പ്ലീസ്, എനിക്ക് വേണ്ടി. അവളെ ഈ ലുക്കില് കാണാൻ എന്നെ കിടുവെന്നറിയോ? എനിക്ക് ഇതേ ലുക്കില് അവളെ കൂടെ കോളേജിൽ പോകാൻ ആഗ്രഹം. അതുകൊണ്ടാ പിന്നെ ഒരു ദിവസം ഇടിയിപ്പിക്കാലോ. അതല്ലാന്നുണ്ടെങ്കിൽ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയിട്ട് അവൾ ഇട്ടിട്ട് ഫോട്ടോ അയച്ചാലും പോരെ? പക്ഷേ എന്തേലും അയക്കണം. എന്നാ വെക്ക്, ഞങ്ങള് കോളേജിലൊക്കെ പോകാൻ ഇറങ്ങാ. ആയിക്കോട്ടെ, ഞാൻ കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. നീ അവളും കൂടെ വീഡിയോ കോൾ അറ്റൻഡ് ചെയ്യേ. നിങ്ങളെ ഔട്ട്ഫിറ്റ് ഒന്നും ഞാൻ കണ്ടില്ലല്ലോ. താങ്ക് യു. വാ. ഞങ്ങള് പോവാണേ. ശരി മക്കളെ, നോക്കി പോകേട്ടാ. ശരി ആന്റി. അച്ഛാ എന്തടാ? സ്റ്റാറ്റസ് ഒക്കെ കണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? കേട്ടുവല്ലേ? പിന്നെ അല്ല മച്ചാ, വരാൻ നേരത്ത് അയറക്കുട്ടിനെ കൂട്ടിക്കൂടായിരുന്നോ? ദേ എല്ലാരും ഓരോ ചെറിയറ്റിങ്ങൾ കൊണ്ടുവന്ന് കണ്ടില്ലേ? കൊണ്ടുവരണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ചിന്നു അളിയന്റെ വീട്ടിലാ. അയാളായിട്ട് ഞാൻ അന്ന് ഉടക്കുണ്ടാക്കിയില്ലേ, അതുകൊണ്ട്. ഓ ശരി വീട്, ഇനി ഓണം വരുമല്ലോ, അപ്പൊ നമുക്ക് കളറാക്കാം. അല്ല അമ്മ വന്നോ? ഹേയ് ഇല്ലടാ, അമ്മ വരാൻ ഇനി ഒരു 3-4 ദിവസം പിടിക്കും. അപ്പൊ വീട്ടില് നീ ഒറ്റക്കാണോ? അതേടാ ഒറ്റയ്ക്കോ? അല്ല മച്ചോ, നിനക്ക് ഹോട്ടൽ ഫുഡിങ് ഒന്നും പറ്റത്തില്ലല്ലോ. പിന്നെ നീ എങ്ങനെ കഴിക്കുക? അറിഞ്ഞത് വെച്ച് എങ്ങനെ തട്ടിമുട്ടിയും ഹിപ്പിയോ വല്ല ഉപ്പുമാവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിക്കലുണ്ട്. എടാ എന്താ പറയുന്നേ? അതെടാ, എനിക്ക് ഹോട്ടൽ ഫുഡിങ് കഴിച്ചു കഴിഞ്ഞാലേ ഭയങ്കര ഒരു ഇറിറ്റേഷനാ. അത് മാത്രല്ല ചില ഫുഡൊന്നും ചേരലില്ലേ. അമ്മ ഇല്ലാത്തതല്ലേ, പിന്നെ ചിന്നു ആണെങ്കി അവിടെയാ. അതുകൊണ്ട് എന്ത് ചെയ്യാനാ, ഞാനിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് എനിക്കറിയണേ കുക്കിംഗ് ഒക്കെ അങ്ങ് പുറത്തെടുക്കുന്നേ. ഞാൻ ഉണ്ടാക്കണോണ്ടാണോന്ന് അറിയത്തില്ല, എനിക്ക് കുഴപ്പമില്ല. അതുകൊണ്ട് എങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് പോന്നേ. എടാ ഈടെ ഞാൻ അപ്പോഴേ പറഞ്ഞേ എന്റെ വീട്ടിലേക്ക് പോരുന്ന്. അതൊന്നും വേണ്ടടാ, ഒരു 2-3 ദിവസത്തിന്റെ കാര്യം കൂടെ ഇല്ലല്ലോ, അതൊക്കെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളാന്നേ. ഇനി ഒരു അഡ്ജസ്റ്റിങ്ങും വേണ്ട, ഇത്ര അഡ്ജസ്റ്റ് ചെയ്തില്ലേ അതന്നെ ധാരാളം. ഇന്ന് ഞാന് രാത്രി ചെന്നൈയിലേക്ക് പോകുന്നുണ്ട്, എന്റെ കൂടെ നീ വാ. ചെന്നൈയിലേക്കോ? അവിടെ എന്ത്? അവിടെയാടാ എന്റെ അമ്മന്റെ വീട്. ചെന്നൈയിലോ? അതെടാ, അവിടെ അമ്മന്റെ പ്ലേസ്. അപ്പോ ഞാൻ അവിടെ ഇടയ്ക്ക് പോവാറുണ്ട്. പിന്നെ ഇവിടെ വന്നതിന് ശേഷം പോയിട്ടന്നില്ല. അതാ ഓണത്തിന് ലീവല്ലേ, ഞാൻ അങ്ങോട്ട് പോവാ. അതുകൊണ്ട് നീ എന്റെ കൂടെ പോരെ. ഒരു 3-4 ദിവസം അവിടെ നിന്നിട്ട് പോരാന്നേ, കൂടെ ജൂലി ഉണ്ടാവും. ഏയ് അതൊന്നും വേണ്ടടാ, നീ പോയിട്ട് വാ.
ഇവിടെ നിന്ന് മല മറിക്കാനൊന്നുമില്ലല്ലോ. അതുകൊണ്ട് ഇപ്പൊ തന്നെ നിനക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നേ. നമ്മള് 3 പേരും ചെന്നൈയിലേക്ക് പോകുന്നു. അത് അത്രേ ഉള്ളൂ. ഋഷി എന്നെ ഇഷ്ടാണെങ്കിൽ വാ, അല്ലാന്നുണ്ടെങ്കിൽ വരാം. എടാ അവിടെ അവള് നിക്കുന്ന കണ്ടില്ലേ? അവളോട് മാറാൻ പറ. വേണമെങ്കിൽ മാറിക്കോളും. അവക്ക് കണ്ണ് കാണായ്മൊന്നുമില്ലല്ലോ. എടാ പിന്നെ സീനാവുകയെ. നീ പോയിട്ട് അവളോട് മാറാൻ പറ. അല്ലെങ്കിൽ ഞാനെങ്കിലും പോയി പറയട്ടെ. നിന്നോടിപ്പോ കാത്തിക്കാനാ പറഞ്ഞേ. കാത്തിക്കടാ. എന്തേലും ചെയ്യ്. ഒരു മിനിറ്റ്, വേഗം എണീക്ക്. എന്താടാ? അതെ, വന്നിട്ട് പറയാം. ഓടിക്കോ. പേടിക്കണ്ട, ഞാനുണ്ട്. പേടിക്കണ്ട കേട്ടോ, ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ജീവൻ വേണമെങ്കിൽ ഓടിക്കോ. അവനെങ്ങാനും നമ്മളെ പൊട്ടിച്ചെന്ന് അറിഞ്ഞോണ്ടല്ലോ. എന്നാ പിന്നെ ഇതാദ്യം പറയണ്ടടാ. ബേബ്, പടക്കം പൊട്ടിക്കഴിഞ്ഞ്. അല്ല, എത്ര നേരം ഇങ്ങനെ തന്നെ നിക്കും? സോറി ബേബി, എനിക്ക് ഈ പടക്കൊക്കെ നല്ല പേടിയാ. അതാട്ടോ. അല്ല, ഇതിനൊക്കെ എന്തിനാ സോറി ചോദിക്കുന്നേ? അല്ല, പെട്ടെന്ന്. അതൊന്നും ഒരു കുഴപ്പമില്ല, നീ ചെല്ലേ. എടാ എന്തോന്നേ, ഞാൻ സീരിയസ് ആയിട്ട് പറയുമ്പോ നീ എന്തിനാ ചിരിക്കുന്നേ? അല്ല, നിന്റെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ കേട്ടപ്പോഴേ എനിക്ക് അങ്ങോട്ട് ചിരി എടുക്കാൻ പറ്റില്ലെന്നേ. എടാ കണ്ണാ, ഞാൻ തമാശക്ക് പറഞ്ഞല്ല, ഞാന് സീരിയസ് ആയിട്ടാ പറയണേ. ഇന്ന് രാവിലെ ഞാൻ കണ്ട കാര്യാടാ. അതുകൊണ്ട് ഇതിനെ പറ്റി എന്തേലും അന്വേഷിച്ചേ പറ്റോ? ഡിറ്റക്റ്റീവ്? കൊള്ളാം കൊള്ളാം. അല്ല, ആരോട് പോയി അന്വേഷിക്കും? എന്തെന്ന് പറഞ്ഞു പോയി അന്വേഷിക്കും? അത് ഉണ്ണിക്ക് ലൈൻ എന്തെങ്കിലും ഉണ്ടോന്ന്. കണ്ണാ, എടാ പൊട്ടാ, അങ്ങനൊന്നും ഉണ്ടാവത്തില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ ആസ് എ അനിയൻ എന്ന നിലയ്ക്ക് നീ വേണ്ട സപ്പോർട്ട് ചെയ്യാൻ തന്നെ. എന്നൊന്നും അതിന് കിട്ടത്തില്ല. എന്താ ഉണ്ണി ചേച്ചിക്ക് നീ അല്ലെങ്കിൽ വേറെ ആരില്ല അനിയനായിട്ട്? ഞാനില്ലേ, ഞാൻ ചേച്ചിക്ക് സപ്പോർട്ടായിട്ട് കട്ടയ്ക്ക് നിക്കുന്നേ. എടാ പോടാ പ്രാന്താ, ഞാൻ എന്താ പറയണേ, നീ എന്താ പറയുന്നേ? എടാ ഇതൊന്നും എനിക്ക്. അതിനെ നീ അല്ലല്ലോ പ്രേമിക്കുന്നേ, ഉണ്ണി ചേച്ചിയല്ലേ. അപ്പൊ പിന്നെ ചേച്ചിക്ക് ആരാണോ ഇഷ്ടം അവരെ പ്രേമിക്കട്ടെന്നേ. നിനക്ക് എന്തുവാടാ? അതൊന്നും എനിക്ക് പറ്റത്തില്ല. നിനക്ക് പറ്റുന്നില്ലെങ്കിൽ നീ ഒന്ന് സഹിക്കേ. കണ്ണാ, നല്ലൊരു ദിവസമായിട്ട് നീ രാവിലെ തന്നെ ഇങ്ങനെ ഡെസ്പ് ആവല്ലേ വീട്ടേക്ക്. അതൊക്കെ നമുക്ക് പിന്നെ നോക്കാന്നേ. എന്തായാലും നോക്കിയേ പറ്റൂ, മനസ്സിലായല്ലോ? എല്ലാത്തിനും കൂടെ കട്ടയ്ക്ക് നീ ഉണ്ടാവണം. ഉണ്ടാവും, ഉണ്ണി ചേച്ചിന്റെ കൂടെ കട്ടയ്ക്ക് തന്നെ. പോടാ പ്രാന്താ. അല്ല കൺമണി എന്തേ? അത് ആരോ പ്രൊപ്പോസ് ചെയ്തിട്ടെ ലവ് ലെറ്റർ കൊടുത്തായിരുന്നു. അത് റിജക്ട് ചെയ്യാൻ വേണ്ടി പോയേക്കുവാ. നല്ല ബെസ്റ്റ് ആണോ? താങ്ക് യു. നമുക്കിങ്ങനെ ബ്രദറൈസും കാണിക്കണമെന്നൊന്നും സെറ്റ് ആവത്തില്ലെന്നേ. എല്ലാം അങ്ങനെ ചില്ലായിട്ട് എടുക്കണം. എന്നാലല്ലേ അവർക്കും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒരു പേടിയില്ലാണ്ട് വന്ന് പറയാൻ കഴിയത്തുള്ളൂ. ഒട്ടേനും പിടിച്ചതിനൊക്കെ അവരങ്ങനെ കെട്ടിടാനോ പാര വെക്കാനൊന്നും നിൽക്കരുതെന്നേ. എന്നാലേ ആ ഒരു ബോണ്ടിങ് ഉണ്ടാവൂ. നീ ഒരു മാതൃക തന്നെ. താങ്ക് യു. സ്മൃതിയും പിള്ളേരും ഡിസൈൻ എന്തോ മാറ്റണമെന്ന് പറഞ്ഞേ അതെടുക്കാൻ വേണ്ടി പോയതാ. ആയിക്കോട്ടെ. അല്ല ഞാൻ വരച്ചത് നോക്കിയല്ലേ? ആടി അല്ല സൂപ്പർ ആയിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. എന്തടാ നിന്റെ കയ്യിൽ അമൃതാഞ്ജൻ ഉണ്ടോ? അതാര്? ബെസ്റ്റ്. തലവേദനക്കൊക്കെ തേക്കത്തില്ലടോ പൊട്ടാ. അത് ഇല്ലല്ലോ. എന്തേ തലവേദനിക്കുന്നുണ്ടോ? എനിക്കല്ല ചോദിച്ചേ, നിനക്കാ. എനിക്കതിന് തലവേദന ഇല്ലല്ലോ. വരുന്നുണ്ടെന്നേ, പതിയെ വന്നോളും. എന്ത് വരുന്നുണ്ടെന്ന് ബ്രദർ? ഈ തലവേദനയുടെ കാര്യമാണോ പറഞ്ഞേ? നെഹി നെഹി, ബാക്കിൽ ദേക്കോ. ഹായ് ഡോൺ, ഹാപ്പി ആണോ? ഇവളോ? ഡോൺ തിരിച്ചും പറയുവിൻ ഒരു ഹാപ്പി ഓണം. കൺമണി, നല്ലൊരു ദിവസമായിട്ട് തുടങ്ങല്ലേ. എന്തിനു
തരോ? ഏത് നേരം ഡോൺ ഡോൺ എന്ന് പറഞ്ഞ് ഇങ്ങനെ വൈത്താലെ നടന്ന് എന്തിനാ വെറുപ്പിക്കുന്നേ? എന്തോ ഓവറ്? ഒരു ഓവറും ഇല്ല. കണ്ട അന്ന് മുതൽ തുടങ്ങിയതാ. അത് മാത്രല്ല, നിനക്കെന്നെ അറിയില്ലേ, എനിക്ക് ഈ ദർശ എന്നുള്ള പേര് കേൾക്കണത് ഇഷ്ടമില്ല. എടാ നിന്റെ കളിപ്പ് ആ പ്രിൻസിന്റെ മോളോടല്ലേ? ഇതാ പ്രിൻസിന്റെ മോളൊന്നല്ലല്ലോ. ഈ ദർശ എന്ന പേര് വെച്ച എല്ലാരും ഇങ്ങനെ വെറുതെ എങ്ങനെ? ഇവളെ എവളാണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല. നീ ഇപ്പൊ അവളോടൊന്ന് പോവാൻ പറഞ്ഞേ. അന്തുവേ ഏതൊട്ടും ശരിയില്ല. പാവല്ലടാ, അങ്ങനൊക്കെ പറഞ്ഞ ഹേർട്ട് ആവത്തില്ലേ? ആവാണെങ്കിൽ ആവട്ടെ, എനിക്കെന്ത്? ദർശു നീ കാര്യാക്കണ്ട. അവനെ ഏതൊക്കെ ഇങ്ങനെ തന്നെയാ. അതൊന്നും മൈൻഡ് ആക്കണ്ട കേട്ടോ. സോറി ചേച്ചി, ഞാൻ പോവാണേ. ഇപ്പൊ നിനക്ക് സമാധാനായോ മോട്ടെ? ആ സമാധാനായി. ജമോ ഇങ്ങനെയുണ്ടൊരു ജാട. നല്ലൊരു ദിവസം ആ കൊച്ചിനെ വിഷമിപ്പിച്ചേക്കുന്നേ. എന്റെ മനസ്സിലെന്താ വിചാരം? ഈ വലിയ ഋത്തിക് റോഷൻ ആണെന്നാണോ? ഞാൻ ഋത്തിക് റോഷൻ ആണോ അല്ലയോന്നല്ല ഇവിടുത്തെ കാര്യം. ഇവിടുത്തെ കാര്യം അവളെ പേരാ. എനിക്ക് ആ പേര് കേൾക്കണതേ ഇഷ്ടല്ല. ദൈവമേ, ഇനിയിപ്പോ അവളെങ്ങാനും എമോഷണൽ ആയി പോയി എന്തെങ്കിലും ചെയ്താ അത് നന്ദപ്പന്റെ തലയിലാവല്ലോ. കണ്ണാ, അതേടാ, ഐ ആം സോറി. എനിക്കെന്തോ അങ്ങനെയാ തോന്നുന്നേ. അവള് മറിച്ചൊരു വാക്ക് പോലും സംസാരിക്കാതെ നിറ കണ്ണുകളോടെയാ ഇവിടെ നിറങ്ങിപ്പോയേ. മിക്കവാറും അവൾ എന്തെങ്കിലും അരുതാത്തത് ചെയ്യാനാ സാധ്യത. എന്റെ നന്ദപ്പാ, നിന്റെ ഈ ഓണം അവസാനത്തെ ഓണം ആവോടാ. ശരിയാവോന്ന് ആലോചിക്കുക.
പ്രശ്നമുണ്ടോ? എന്തിനാ പോണെന്നെങ്കിലും പറ. അതെടി ഞാനൊന്ന് പറഞ്ഞില്ലായിരുന്നോ? ദിയാനും മണിക്കുട്ടനും സ്റ്റേറിന്റെ അവിടെ വെച്ച് ദിയാൻ എന്റെ കൈ പിടിച്ച് വലിച്ചപ്പോ അതാ അന്ന് തന്നെ രണ്ടുപേരും ഉടക്കിലായിരുന്നു. ഇനിയിപ്പോ നീ പറഞ്ഞല്ലോ അവർ രണ്ടുപേരും ഒരേ സ്ഥലത്താണ്. അതാ ഇനിയും അത് വെച്ച് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുവോന്ന്. ഏയ് അങ്ങനൊന്നും ഉണ്ടാകത്തില്ല. നീ ഒന്ന് ടെൻഷൻ ആവാതിരിക്കേ. ഇല്ലടി എനിക്ക് എന്തൊരു പേടി. വാ നമുക്കൊന്നെന്നാ പോയി നോക്കാം. ആയിക്കോട്ടെ വാ. മതിയോടി. ഇതെന്തോ മല്ലിപ്പിടുത്തത്തിന് പോണ പോലെയുണ്ട്. കുറച്ചുകൂടി നോർമൽ ആയിട്ട് നിക്ക്. മതിയോ? എന്താടി ഇത്രക്ക് ആറ്റിറ്റ്യൂഡ് പോരെ മോളെ? 1.5 മണിക്കൂറായി ഈ ക്യാമറ തൂക്കി പിടിച്ച് നിൽക്കാൻ തുടങ്ങിയിട്ട്. എന്റെ ഫോട്ടോഗ്രാഫി എന്നൊക്കെ പറഞ്ഞില്ലേ, അത് പെർഫെക്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. അല്ലാതെ ഒരു ഊച്ചാളി ഫോട്ടോഗ്രാഫർ അല്ല ഞാൻ. മനസ്സിലായല്ലോ? എന്റെ പൊന്നേ. ഇപ്പം എല്ലാ പോസും കറക്റ്റ്. ഞാൻ ഫോട്ടോ എടുക്കുവാണേ. എടുത്തോടടി. കിട്ടിയാ? പൊന്നോ കഴിഞ്ഞല്ലോ. നിക്ക് ഞാൻ പോയിട്ടേ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു തരാം. വേഗം ചെല്ല്, അല്ലാന്നുണ്ടെങ്കിലേ അടുത്ത ഫോട്ടോ എടുക്കാണ്ടെന്ന് പറഞ്ഞ് പിടിച്ചങ്ങ് ഫ്രീസ് ആക്കും. അവനെ ജീവനും കൊണ്ട് ഓടി. ജീവിതത്തിലെ ഇതുപോലെ സൂപ്പർ ആയിട്ടുള്ള ഫോട്ടോ കിട്ടിയിട്ടുണ്ടാവത്തില്ലേ? സ്വയം പൊക്കീന്ന്. ഹലോ, എവിടെ പൊന്നോ? ഞാനത് കോളേജിലുണ്ട്. അല്ല പരിപാടിയൊക്കെ കഴിഞ്ഞോ? ഹേയ് ഇല്ല ഇല്ല. ഓ അത് ശരി. അല്ലടാ നീ വിളിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെന്താ വിളിക്കാഞ്ഞേ? അത് അവള് പൂക്കളിടുന്ന തിരക്കിലായി പോയി. അതാ. ഓ അത് ശരി. മത്സരം? ആ മത്സരം തന്നെയാ. അപ്പൊ അതാണ് അണ്ണൻ പറഞ്ഞ കക്ഷി അല്ലേ? അതേടാ. ഇനി ബാക്കിയൊക്കെ ഞാൻ ഏറ്റണ്ണ. പറഞ്ഞതൊക്കെ എപ്പോഴും ഓർമ്മയുണ്ടല്ലോ. എന്ത് തന്നെ സംഭവിച്ചാലും ഞാൻ പറഞ്ഞ പോലെ പറയാവൂ. മനസ്സിലായോ? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. ഇപ്പൊന്ന് വന്നേ. എടാ ഒരു മിനിറ്റ്. ഇവിടെ അവനില്ല. അവനില്ലെങ്കിൽ എന്താണ? കച്ചറക്കുള്ള കണ്ടന്റ് റെഡിയാന്നേ. കച്ചറ ഉണ്ടാവുമ്പോഴേ താനെ കിട്ടിക്കോളും. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടണ്ണ. അണ്ണൻ പെർഫോമൻസ് മാത്രം നോക്ക്. എക്സ്ക്യൂസ് മീ. അല്ല ഇത് വിയാനല്ലേ? അവന്റെ കൂടെ ആരാ? അവന്റെ കസിൻ ബ്രദർ ആടാ. ഓ അത് ശരി. എല്ലാരെയും അങ്ങോട്ട് ബ്രദർ ആക്കിയാൽ എങ്ങനെ മോളൂസേ? എങ്ങനെ ചൂടാവല്ലേടോ? ചുമ്മാ പരിചയപ്പെടാൻ വന്നതാന്നേ. എന്റെ കസിനോ? വേണങ്ങല്ലേ മുത്തേ. ഒരു വാക്ക് പറഞ്ഞല്ലോ. അല്ല ഇവന്മാര് അവളോട് എന്താ സംസാരിക്കുന്നേ? എടേ ചിന്നു, ഞാൻ ഇപ്പൊ വിളിക്കാട്ടോ. ഒരു മിനിറ്റേ. കാണുന്നവരെ മൊത്തം ബ്രദർ ആക്കിയാൽ എങ്ങനെ? കൂടെ ബെസ്റ്റി ആയിട്ട് ആരെങ്കിലും വേണ്ടേ? എന്റെ നിനക്കൊക്കെ ആണെങ്കി ഞാൻ തന്നെ വന്നാ മതിയോ? ഓവർ തുള്ളൊന്നും വേണ്ടെന്നേ. അവനുള്ളതല്ലേ ചോദിച്ചേ. അല്ല ഗൗതം ആരാ? നിന്റെ കൂടെ പറഞ്ഞവനാണോ? പിറന്ന പോലെയല്ലേ? പിറന്നില്ലല്ലോ. എടാ എടാ ഇതേ അതാ. മനസ്സിലാവുന്നുണ്ട്. കുട്ടിക്ക് അപാര ബുദ്ധിയാ. കൂട്ടത്തില് ചോദിച്ച ബ്രദർ, അല്ലാതെ ചോദിച്ച ബെസ്റ്റ്. എന്നാ പിന്നെ ഞങ്ങളും കൂടെ ആ ലിസ്റ്റിൽ അങ്ങ് ഉൾപ്പെടുത്തിക്കൂടേനെ. No half of the time in the derby. No help for the weak, but the liquor strong. Plenty of boy for all of us. ഐ എം സോറി പെങ്ങളെ. ഇനി ഇതിട്ട് ആവർത്തിക്കത്തില്ല. പ്ലീസ് അവനോടൊന്ന് എന്നെ വിടാൻ പറ. പ്ലീസ് എന്നോട് ക്ഷമിക്ക് പെങ്ങളെ. ഇനിയുള്ള ഭാഗത്ത് പോലും ഞാൻ വരത്തില്ല. പ്ലീസ് എന്നോട് ക്ഷമിച്ചെന്ന് പറ. പ്ലീസ് പെങ്ങളെ. അവൻ ഇതൊന്നും പോരാ. എന്റെ അവസാനം എന്റെ കയ്യിലാണോ? 5 minutes later. അങ്ങനൊന്നുമില്ല. ഇതിലും നീ എന്താ തെറ്റ് ചെയ്തേ?
തെറ്റ് ചെയ്ത അവന്മാരെന്നെ ഒരു ഉളുപ്പില്ലാതെ സോറി ചോദിച്ചു പോയി. ഇനി അതാലോചിച്ച് നീ എന്തിനാ കരയുന്നേ? എപ്പോഴും ബോൾഡ് ആയിട്ടിരിക്കണം. തൊട്ടനും പിടിച്ചനും ഇങ്ങനെ മോങ്ങിയോണ്ടിരിക്കരുത്. മനസ്സിലായല്ലോ? എന്നാലും ഞാൻ കാരണല്ലേ നിങ്ങൾ 3 പേരും നല്ലൊരു ദിവസമായിട്ട് അടി ഉണ്ടാക്കിയേ. സാർമാരാണെങ്കിൽ അവിടെ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇത് കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാ ഒരു പ്രശ്നവും വരാൻ പോണില്ല. അത് ഞങ്ങൾ നോക്കിക്കോളാം. അല്ലേലും ഞങ്ങളെ ഫൈനൽ ഇയർ അല്ലേ. അതിപ്പോ ഞങ്ങൾ എത്രയൊക്കെ നല്ലത് ചെയ്തെന്ന് പറഞ്ഞാലേ അവരെ കണ്ണില് ഈ വക കാര്യങ്ങളൊക്കെ പെടുത്തുള്ളൂ. അതുകൊണ്ട് ആരെ നല്ല സർട്ടിഫിക്കറ്റിനും ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നില്ല. എന്ത് പ്രശ്നം വന്നാലും അത് ഞങ്ങൾ നോക്കിക്കോളാം. നീ ഇപ്പോ ബോൾഡ് ആയിട്ടിരിക്കേ. ജൂലി, എടാ ഇങ്ങനെ കരയല്ലേ. കഴിഞ്ഞത് കഴിഞ്ഞ് അവന്മാരായിട്ട് തുടങ്ങി വെച്ചതാ. അതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും? നീ ഇപ്പോ ആലോചിച്ച് എന്തിനാ ഇങ്ങനെ കരയുന്നേ? കരയല്ലേ. നല്ലൊരു ദിവസമായിട്ട് ഇങ്ങനെ കരഞ്ഞോണ്ടിരുന്നല്ലേ ഇങ്ങനെ. ജൂലി മതി, നീ ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കല്ലേ. നിന്റെ കരച്ചിലും കൂടെ കാണുമ്പോഴേ എനിക്കങ്ങോട്ട് പ്രഷർ കയറുക. അവന്മാർക്ക് കിട്ടിയതൊന്നും പോരെന്ന് തോന്നാ. ജൂലി, അതാ പറയുന്നേ. നീ കരച്ചിൽ നിർത്ത്. ഇവനൊരു പ്രാന്തനാ. ഇനിയിപ്പോ നീ കരയണ കണ്ടാലേ ഇനിയിപ്പോ അതിനും പോയി അവനായിട്ട് തള്ളും. പിന്നെ പ്രശ്നം വഷളാവത്തേ ഉള്ളൂ. വീണേ, നീ ഇവളെ നോക്ക്. ഞാനൊന്ന് സാറിനെ കണ്ടിട്ട് വരാം. നോക്ക്, തോക്ക് കയറി വെടിവെക്കുന്ന പോലെ സാമാരോട് കയർത്ത് കയറാൻ നിൽക്കണ്ട. സാർ എന്താണോ പറയണേ അത് കേക്ക്. പിന്നെ നിങ്ങളുടെ ഭാഗത്തുള്ള ന്യായം പറയും. മനസ്സിലായോ? നീ ഓക്കേ അല്ലേ? ഋഷി, ആ വരുന്നേ. സാറേക്കും വിളിപ്പിക്കുന്നേ. സാറിനോട് സംസാരിക്കുമ്പം കുറച്ച് നിനക്ക് ഇങ്ങനെയൊക്കെ ദേഷ്യപ്പെടാൻ അറിയോ? ഇത്രയും കൊല്ലത്തിനിടയ്ക്ക് ആദ്യമായിട്ടാ ഞാൻ നിന്റെ ഈ ഒരു മുഖം കാണണേ. മര്യാദയ്ക്ക് കയ്യിൽ കിട്ടില്ല. അല്ലാന്നുണ്ടെങ്കിൽ പ്രിൻസിപ്പള് എല്ലാരോടും ചെല്ലാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയിട്ടും അവരെന്താണോ പറയണേ അതിന് തലയാട്ടി പോരണം അല്ലേ? ഇത് നിങ്ങൾ ഫൈനൽ ഇയറാ. അത് നീ മറന്നോ? ഇവിടുന്ന് പോകുമ്പോ ഒരു ബ്ലാക്ക് മാർക്കും. അത് കരുതി അവരെന്താണോ പറയണേ അത് കേട്ടും വരാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. എന്താണോ നടന്നേ അത് പറയും. അതിനവർ ആക്ഷൻ എടുത്തില്ലെങ്കിൽ ബാക്കി എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. കാന്താരി പ്ലീസ്, ഇപ്പൊ ഒരു കാര്യം ചെയ്. നീ ചെല്ലേ. ഇപ്പൊ നമ്മൾ സംസാരിച്ചാലേ അത് ചിലപ്പോ ശരിയാകത്തില്ല. അതുകൊണ്ട് ഞാൻ ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ടെ നിന്നോട് സംസാരിക്കാം. ഓക്കെ? എടി ചെല്ലേ, ഈ പ്രശ്നം ഒന്ന് കഴിയട്ടെ. അതിനുശേഷം നമുക്ക് സാധാരണ സംസാരിക്കാം. ഓക്കെ? സാർ ഒന്നും കൂടെ ആലോചിച്ചിട്ട് പോരെ. അവന്മാര് ആള് കുറച്ച് തരികിടയാണെങ്കിലും ഒരു കാരണമില്ലാതെ ഇങ്ങനൊന്നും ചെയ്യത്തില്ല സാർ. അതാ ഒന്നും കൂടെ അന്വേഷിച്ചിട്ട് പോരെ. ശരിക്കും ഇവിടത്തെ സാറോ അതോ അവന്മാരെ വക്കീലോ? സാർ അതല്ലേ, അത് പിന്നെ അലമ്പാണെങ്കിലും നല്ലോണം പഠിക്കുന്ന പിള്ളേരാ സാർ. അതുമാത്രല്ല അവര് ഫൈനൽ ഇയറും പാടിയല്ലേ. ഈ ഒരു ടൈമില് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായ അവരെ ഫ്യൂച്ചർ. അവന്മാർക്കൊക്കെ എന്ത് ഫ്യൂച്ചർ? അല്ല, അവന്മാര് പഠിച്ച ഡിഗ്രി മേടിച്ചില്ലെന്ന് ആരിപ്പോ കരയാൻ പോണേ? നോക്ക്, ഈ കോളേജ് എന്ന് പറയണതേ അവന്മാരെ തറവാട്ട സ്വത്തല്ല. എന്റെ അച്ഛൻ കഷ്ടപ്പെട്ട് നോയിച്ചുണ്ടാക്കിയതാ. ഇതിനായിട്ട് ഒരു പേര് അന്തസ്സുണ്ട്. അവന്മാര് കാരണം അത് പോവെങ്കിൽ അങ്ങനെ ഒരു ആൾക്കാര് കോളേജിൽ വേണ്ട നോക്കും. അത്രേ ഉള്ളൂ സാർ. പ്ലീസ് സാർ, എനിക്ക് വേണ്ടി സാർ ഒന്നും കൂടെ ആലോചിക്കേ. കാരണം DSP അരുൺ സാറിനെ പറ്റി അറിയാലോ. അല്ലെങ്കിൽ തന്നെ ഇതിനു മുന്നേ ഗൗതമിന്റെ പേരില് അന്നേ അവൻ ഈ കോളേജിൽ ചേർന്നപ്പോ തന്നെ അരുൺ സാർ വന്ന് പറഞ്ഞതാ അവന്റെ മേലിൽ കണ്ണുണ്ടാവട്ടെന്ന്. അതുമാത്രല്ല സാർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അയാൾ അളിയനായോണ്ട് സാറിന്റെ അളിയനാന്നുള്ള ഒരു പരിഗണനയും കൊടുക്കണ്ടെന്ന്. എന്തെങ്കിലും പ്രശ്നം വന്നാ അപ്പൊ വിളിക്കാനാ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഇഷ്യൂ എനിക്ക് ഇങ്ങനെ വിടാൻ താല്പര്യമില്ല. ഞാൻ എന്തായാലും DSP അരുണിനെ വിളിച്ചേ പറ്റൂ. സാർ ഇയാളൊന്ന് പോണോ? ഇയാളെ പോലത്തെ സാർമാരൊക്കെ കോളേജിലുണ്ടെന്ന് പറയണതേ ഈ കോളേജിന് അപമാനാ. എനിക്കൊന്നും നാണില്ലടോ. പിള്ളേർ അത്രയും അലമ്പ് ഉണ്ടാക്കിയിട്ടും അവറ്റങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് ഇവിടെ വരെ വന്ന് നിൽക്കാര്. സാർ അപ്പൊ സാറിന് ചിന്തിച്ചാ പോരെ, അവന്മാരെ ഞാൻ എന്നെ സപ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തക്കതായിട്ടൊരു കാരണം ഉണ്ടാവുന്നേ. എന്തേ തന്നെ അവന്മാര് എന്തെങ്കിലും ഭീഷണിപ്പെടുത്തി വെച്ചിട്ടുണ്ടോ? അയ്യോ അങ്ങനൊന്നുമില്ല സാർ. തമാശക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അവന്മാര് വമ്പത്തിര ഇളക്കുന്നത് നോക്കണ്ടെന്നേ. ആള് പാവങ്ങളാ. അത്രയ്ക്കും പാവങ്ങളാണെങ്കിലേ തോളത്തിട്ട് തട്ടി ഉറക്കിക്കോ സാർ. മാധവ മര്യാദയ്ക്ക് പൊയ്ക്കോ, അല്ലെങ്കിൽ തന്നെ പ്രഷറിൽ നിൽക്കുക. ഇന്ന് ചീഫ് ഗസ്റ്റ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞതാ. ഒക്കെ ഫ്ലോപ്പ് ആക്കിയപ്പോ എനിക്ക് കൺട്രോൾ പോയി കഴിഞ്ഞാൽ ഞാൻ വേറെ വല്ലതും വിളിച്ചു പറയും. കുറച്ച് കഴിഞ്ഞാൽ DSP ആരും വരും. അതിനുശേഷം അവന്മാരെ വിളിപ്പിച്ചിട്ടേ ഞാൻ എന്താന്ന് വെച്ചാൽ തീരുമാനിച്ചോളാം. താനിപ്പോ ഒന്ന് പൊയ്ക്കേ സാർ. എടോ താനോടെ പോവാൻ പറഞ്ഞേ.
എടാ മക്കളെ, ഞാനെന്റെ മാക്സിമം നോക്കി, പക്ഷേ ഇറ്റ്സ് ഓക്കെ സർ. സാർ എന്തിനാ വെറുതെ ആവണേ? ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചതിന് താങ്ക്സ് സർ. അതന്നെ സർ, ഞങ്ങൾക്ക് വേണ്ടി ഈ കോളേജിൽ സംസാരിക്കാനെങ്കിലും ഒരാളെങ്കിലും ഉണ്ടല്ലോ, അതന്നെ ഞങ്ങൾക്ക് ധാരാളാ. സാറ് ഞങ്ങൾക്ക് വേണ്ടി ഇത്ര നേരം ചെലവഴിച്ചല്ലോ, അതന്നെ ഞങ്ങൾക്ക് വലിയ കാര്യം. എടാ സത്യം പറയുകയാണെങ്കിൽ നിങ്ങള് ബാക്കിയുള്ളൊരു കണ്ണിൽ അലമ്പായിരിക്കാം, പക്ഷേ എനിക്ക് ഇതുവരെയായിട്ടും അങ്ങനെ തോന്നിയിട്ടില്ല. നിങ്ങളില്ലാത്തൊരു ദിവസം കഴിച്ചു കൂട്ടുന്നത് തന്നെ എനിക്ക് പാടാന്നേ. ഇനി നിങ്ങളില്ലാതെ ഞാൻ എങ്ങനെ നിൽക്കുന്ന് എനിക്കറിയത്തില്ല. സർ എടാ, നിങ്ങളെ 3 പേരെന്ന് പറയണത് എനിക്ക് വെറും എന്റെ സ്റ്റുഡൻസ് മാത്രല്ല, എന്റെ മക്കളാടാ. സാർ സാർ ഇപ്പൊ എന്തിനാ എമോഷണൽ ആവുന്നേ? ദേ അയാള് കണ്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും പറയും. സാർ ചെല്ലേ. അതന്നെ സർ, ചെല്ലേ. എന്ത് വന്നെങ്കിലും നമുക്ക് നോക്കാന്നേ. ഏറിപ്പോയാ 3 പേരും ഈ കോളേജിൽ നിന്ന് തൂക്കും, അത്രല്ലേ ഉള്ളൂ. എന്നാലും സാറിനെ കാണാൻ ഞങ്ങൾ ഓടി എത്തുന്നേ. എടാ മക്കളെ, താങ്ങാൻ പറ്റുന്നില്ലടാ. താങ്ങാൻ പറ്റുന്നില്ലെങ്കിലേ താനും കൂടെ അവന്മാരെ കൂടെ രാജിവെച്ചാൽ ഇറങ്ങിക്കോ. സർ, ദേ മാധവ, ഞാൻ അപ്പൊ തന്നെ തന്നോട് പോവാൻ പറഞ്ഞേ. ഇനി അവന്മാരെ കിന്നരിച്ചിക്കാതെ മര്യാദയ്ക്ക് പോവാൻ നോക്ക്. അല്ലാന്നുണ്ടെങ്കിൽ അവന്മാരെ കൂടെ പുറത്തവൻ തയ്യാറായി നിന്നോ. സാറേ സാറ് ചെല്ലേ. എടാ മക്കളെ, എന്നാ ഓക്കെ സർ. എല്ലാം ഒപ്പിച്ച് വെച്ചിട്ട് എന്തോ അവാർഡ് മേടിക്കാൻ നിൽക്കുന്ന പോലെ അങ്ങ് ഗൗരവത്തോടെ നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? ഒരു തെറ്റും ചെയ്യാതെ ഇനിയിപ്പോ ഞങ്ങൾ തലയും കുഞ്ഞു നിക്കണമെന്നാണോ സാർ ആവശ്യപ്പെടുന്നേ? എന്നാലേ അതിന് ഞങ്ങളെ കിട്ടത്തില്ല. നിന്റെ ഡയലോഗ് അടിയൊക്കെ നിന്റെ DSP അളിയാൻ വരുമ്പോഴും കണ്ടേക്കാം. ഓ പിന്നെ അല്ല, മെയിൻ ഡയലോഗ് പറയാനുള്ളത് തന്നെ അങ്ങേരോടാന്നേ. അല്ല എപ്പോഴാ DSP സാർ എന്നുള്ളതെന്ന് പറഞ്ഞേ. വരുന്നുണ്ടടാ, വൈകാതെ വരുന്നുണ്ട്, കാത്തിരുന്നോ. ഞങ്ങളല്ലല്ലോ കാത്തിരിക്കേണ്ടത്, സാറല്ലേ. കാരണം സാറല്ലേ വിളിച്ചു വരുത്തിച്ചത്. ഞങ്ങൾ അവിടെ ഉണ്ടാവും, വന്നെങ്കിൽ വിളിക്ക്, വരും. അല്ലാതെ ചിലവരെ പോലെ പേടിച്ച് ഓടിയൊന്നും പോകത്തില്ല കേട്ടോ. സാറേ വെറും സാറല്ലല്ലോ, ബിയാന്റെ ഫാദറിന്റെ ബിസിനസ് പാർട്ട്ണർ സാറ്. അപ്പൊ പിന്നെ നീതി അവന് അനുകൂലമായില്ലെങ്കിൽ എങ്ങനെ അല്ലേ സാറേ? അല്ല എത്ര കിട്ടി? ഗൗതം, യാ ഗൗതം തന്നെ, നിലപാടുള്ള ഗൗതം. അല്ലാതെ മാത്യു സാറിനെ പോലെ. എടാ അതിനെന്തായിരുന്നു പറയാ? കൈക്കൂലി കൈക്കൂലിയടാ. ഛെ, ഇനി മണിക്കുട്ടൻ എന്റെ ലൈഫില് ഒരിക്കലും ഒരു കരടാവത്തില്ല. പ്ലാനൊക്കെ എങ്ങനെ ഉണ്ടണ്ണാ? വേറെ 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 ലെവലടാ. ഇത്രയും കാലം ഞാൻ സ്കെച്ചിട്ട് തൂക്കാൻ പറ്റില്ല, ഒറ്റ ദിവസം കൊണ്ട് നീ അങ്ങ് തൂക്കിയല്ലോടാ. തൂക്കിയല്ലോ നാദാ.